ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹർത്താൽ ദിവസത്തിൽ, ഈ പണിമുടക്കത്തിൻ്റെ ദിവസത്തിൽ നമ്മളിങ്ങനെ പോകണത്. ഇപ്പോൾ വാഗമണ്ണി പോയിട്ട് നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിൽ പോകണമല്ലോ. ഒറ്റ വണ്ടിയില്ല കേട്ടോ റോഡിൽ. ചെറിയ ഷോപ്പൊക്കെ തോന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ എത്ര നേരം കിടന്ന് ഉറങ്ങാൻ ഇപ്പോഴേ ഞാൻ കണ്ടു തുറന്ന് ഉറങ്ങി നന്നായിട്ട്. നമ്മളിപ്പോൾ ഈരാറ്റുപേട്ട കഴിഞ്ഞു കേട്ടോ. ഒറ്റ വണ്ടികളില്ല കേട്ടോ. ഇത് പ്രവിത്താനമാണ് കേട്ടോ. വിജനമായ ടൗൺ. ഒറ്റ കടകളില്ല, ഒറ്റ വണ്ടികളില്ല, ഒറ്റപ്പെട്ട ചില വണ്ടികൾ മാത്രം. അതെ, അപ്പൊന്ന് വണ്ടിയാ. ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല കിട്ടുണ്ണി ചേട്ടാ. ഇതുവരെ സേഫാണ് കിട്ടുണ്ണി ചേട്ടാ. ഇനി അങ്ങോട്ട് എങ്ങനെയാന്ന് അറിയില്ല കിട്ടുണ്ണി ചേട്ടാ. നമ്മൾ അങ്ങനെ രാമപുരം എത്തിട്ടോ. ഇവിടെയും അവസ്ഥയൊക്കെ സെയിം ആണ്. ഇത്രേ ഉള്ളൂ. പൗലോസ് ഇതൊരു ബേക്കറി തന്നിട്ടുണ്ട്. ആ ചെറിയ ചെറിയ വണ്ടിയൊക്കെ ഓടുന്നുണ്ട്. നമ്മുടെ കൂത്താട്ടുകുളമാണ് കേട്ടോ. കൂത്താട്ടുകുളം എത്തിയപ്പോൾ നല്ലൊരു മഴയൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കും മെട്ടയ്ക്കും വണ്ടിയൊക്കെ ഇപ്പം കുറച്ചൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ കടയൊക്കെ, പച്ചക്കറി കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇതുവരെയൊന്നും വലിയ കുഴപ്പമില്ല കിട്ടുണ്ണി ചേട്ടാ. കിണറൊക്കെ നടക്ക്. എന്റെ അമ്മോ, വിജനമായ റോഡിൽ കൂടെ നമ്മൾ ചായ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, നോക്കാം. ഏതെങ്കിലും കട കാണുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തത് എന്തത് തമാശ കളിക്കുക? ആ അങ്ങനെ ആ ചെറിയ തമാശ കളിക്കാം. തമാശ ചെറുതായിട്ട് ഞങ്ങൾ ഒന്ന് വഴി തെറ്റിയിരിക്കേണ്ട കേസ്. ശരിയായി. ബസ് സ്റ്റാൻഡാ. നടക്കുന്നേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പ്രൈവറ്റ് ബസ് നിരനിരയായിട്ട് പോകുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. മഴയോട് മഴ. നമ്മുടെ ഹർത്താലിന് അന്ന് നമ്മൾ വാഗമണ്ണിൽ നിന്ന് പോകുന്ന. ഇതുവരെ നമ്മൾ സേഫാണ് കിട്ടുന്ന ചേട്ടാ. പക്ഷെ നല്ല മഴയാ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ചൂണ്ടി എത്തി. ചൂണ്ടി മഴ ഒന്ന് കുറഞ്ഞു കേട്ടോ. നമുക്ക് ചായ ഒന്നും കിട്ടിയില്ല, ചായക്കടയൊന്നും ഇല്ല. നല്ല മഴ പെയ്യുമ്പോൾ ഒരു കോഫിയോ ചായയോ നിർബന്ധ, പക്ഷെ കിട്ടിയില്ല. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീന് പെണ്ണിന്റെ കുട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ഈ പാട്ട് കേട്ടോണ്ടാണ് നമ്മൾ ഇരുന്നേ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓഫ് ചെയ്തതാ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിൽ.
വഴിക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അങ്ങനെ നമ്മൾ എറണാകുളം മേഖലയിലേക്ക് കടന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട്. പുത്തൻ കുരിശെത്തിയപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ നമ്മുടെ എറണാകുളത്ത് ഓടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഗ്ലാസ് ചായ കാപ്പി കിട്ടാൻ ഒരു വഴിയുമില്ല. വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. നിങ്ങളൊക്കെ ഇന്ന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായോ? അതെ, നിങ്ങൾ ആരെങ്കിലും പുറത്തൊക്കെ ഇറങ്ങിയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഏകദേശം 2:30 ഇറങ്ങിയതാണ് വാഗമണ്ണിൽ നിന്ന്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 4:33 PM. അങ്ങനെ നമ്മൾ ഇൻഫോ പാർക്ക് വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നമ്മളെത്തി. ഒരു കുഴപ്പമില്ലാതെ നമ്മളെത്തി, സേഫായിട്ട് എത്തി. ആദ്യമായിട്ടാണ് ഹർത്താലിൽ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നത്, ആദ്യമായിട്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളെത്തി. പക്ഷെ ഇവിടെ കൊച്ചിയിലേക്ക് വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്നും ഉള്ളത്രയും തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. ഹർത്താലാ പോലെ, ഹർത്താൽ. ഇതാണോ ഹർത്താൽ? ഇഷ്ടം പോലെ വണ്ടി. കടകളൊക്കെ തുറന്നു കേട്ടോ കൊച്ചിയിലെ കടകളൊക്കെ തുറന്നു. ഉണ്ടാ വണ്ടി നോക്ക്, അവിടെ അടുക്കി വെച്ചേക്കുന്നു സോപ്പൊട്ടി പോലെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു, സേഫായിട്ട്, ഒരു കുഴപ്പവുമില്ല. വീട്ടിലെത്തിയിരിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഹർത്താൽ ദിനത്തിൽ നമ്മൾ ലോങ് യാത്ര ചെയ്തത്. അടിപൊളി, സൂപ്പറായിരുന്നു, തിരക്കൊന്നുമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് നമ്മൾ വാഗമൺ ടു ഇടപ്പള്ളിയിൽ ഇഷ്ടംപോലെ കടകളൊക്കെ തുറന്നു, വണ്ടികളൊക്കെ ചെറുപറാന്ന് പോകുന്നുണ്ട് കേട്ടോ. എല്ലാ കടകളും തുറന്നിട്ടുണ്ട് കൊച്ചിയിൽ. നമുക്കിനി കടയൊന്നും ഇല്ല, ഫുഡൊക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുള്ള വിഷമത്തിലായിരുന്നു. പക്ഷെ എല്ലാ കടയും തുറന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് സക്സസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇന്ന് കഞ്ഞിയും ഉപ്പിട്ട് കഴിക്കേണ്ടി വന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.